ഓക്കെ, ഡൺ ഡൺ. ശ്രീ പി കെ നവാസ്, അപ്പോൾ വ്യക്തമായില്ലേ? അത് ഏതെങ്കിലും നാരായണ റാണെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാം. നാരായണ റാണെ ഈ പറയുന്ന വർഗീയത തുപ്പാൻ ഒരു മടിയില്ലാത്ത ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം എന്തോ പള്ളിയിൽ കയറി മുസ്ലിങ്ങളെ ഹൺഡൗൺ ചെയ്യും, ഓരോരുത്തരെ ചുൻ എന്നൊക്കെ ഇത് ഹൺഡൗൺ ചെയ്തിടും എന്ന് പറഞ്ഞ ആളാണ്. അതിൻ്റെ പേര് കേസുണ്ട്. 46 FIR ഉണ്ട്. ഈ വർഷം മാത്രം 12ഓളം FIR അയാളുടെ പേരിലുണ്ട്. വർഗീയത പച്ചയ്ക്ക് പറഞ്ഞ ഒരു മടിയില്ലാത്തൊരു വർഗീയവാദിയാണ് ഈ പറഞ്ഞ റാണെ. അപ്പം ഞാൻ കരുതിയത് സംസ്ഥാന BJPക്ക് അതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പേരെങ്കിലും തള്ളി പറയും, രാജീവ് ചന്ദ്രശേഖരൻ ചെയ്ത പോലെ. പക്ഷേ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് എസ് ജയസൂര്യന് യാതൊരു സംശയമില്ല, നമ്മൾ ജീവിക്കുന്നത് മിനി പാകിസ്ഥാനിലാണ് എന്ന് BJPക്ക് സംശയമില്ല. എനിക്ക് ഞാൻ ഇന്ത്യയിലാണെന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. ഞാൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. പാകിസ്ഥാനിൻ്റെ അയൽരാജ്യമാണ്, എൻ്റെ രാജ്യം ശത്രുരാജ്യം എന്ന് കരുതപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഞാൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്, പക്ഷേ ജയസൂര്യൻ ജീവിക്കുന്നത് മിനി പാകിസ്ഥാനിലാണ്. ആരാണ്? ശ്രീ പി കെ നവാസ്. ഹാഷ്മി, ഞാൻ വിചാരിച്ചത് ഒരു മലയാളി എന്ന രൂപത്തിൽ BJPക്കാരനാണെങ്കിൽ മലയാളിക്കൊരു മിനിമം ഒരു ഉളുപ്പും ഒരു അന്തസ്സൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഉളുപ്പും അന്തസ്സും ഒക്കെ കാത്തു സൂക്ഷിച്ചായിരിക്കും മലയാളികളുടെ ഒരു സംസ്കാരം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീ ജയസൂര്യ BJPയുടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എന്ത് തരം താഴ്ന്ന രൂപത്തിലും സംസാരിക്കാം എന്ന് പറയുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നിങ്ങളെ 24-ലൂടെ ഞാൻ ഇപ്പോൾ കേട്ടത്. നിതീഷ് റാണ എന്ന് പറയുന്ന അങ്ങേയറ്റം വർഗീയത സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ പറഞ്ഞ ഈ പരാമർശത്തെ മാത്രമല്ല, ഇതിന് മുമ്പ് അദ്ദേഹം നടത്തിയ പല പരാമർശങ്ങളും ഇവിടെ നിങ്ങൾ കോട്ട് ചെയ്യുകയുണ്ടായി. ആ പരാമർശങ്ങളൊക്കെ ഒരു വർഗീയവാദിയുടെ നാവിൽ നിന്ന് വരുന്നതാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ഈ അവസാനം വന്ന പരാമർശം അത് ഒന്ന് തള്ളിപ്പറയും കേരള BJP എന്ന് നമ്മൾ വിചാരിച്ചത്. കാരണം നമ്മുടെ നാടാണല്ലോ ഈ മണ്ണ്, നമ്മൾ ജീവിക്കുന്ന മണ്ണ്, നമ്മൾ അന്നം തരുന്ന മണ്ണ്. ഈ മണ്ണിനെ തള്ളിപ്പറയുമ്പോൾ ആരായാലും ഈ മണ്ണ് ഈ പാകിസ്ഥാനാണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പ്രതികരിച്ചു പോകില്ലേ? ഇത് ഭരണഘടനാ വിരുദ്ധമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ, ശരി BJPക്കാർ അങ്ങനെ കണ്ടോട്ടെ, BJPക്കാർ കേരളത്തെ ഇന്ത്യയിലുള്ള സംസ്ഥാനമായി കാണണ്ട, BJPക്കാർ കണ്ടില്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കില്ലോ നവാസ്. കേരളം ഇന്ത്യയിൽപ്പെട്ട സംസ്ഥാനങ്ങൾ ഒന്നല്ലേ? അപ്പൊ ആ ഇന്ത്യയിൽപ്പെട്ട ഒരു സംസ്ഥാനത്തെ മിനി പാകിസ്ഥാൻ എന്ന ഉളുപ്പില്ലാതെ വന്നിരുന്ന് ചർച്ചയിൽ പറയാനും മാത്രം BJP നേതാവിന് ആർജവുണ്ട്. അതെങ്ങനെ വരുന്നതാണ് ആർജവം? അല്ല, ഞാൻ പറയുന്നത് ശ്രീ ആഷ്മി, അവർക്ക് അങ്ങനെ പറയാൻ എന്ത് അവകാശം ഉള്ളത്? കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ കേരളം മിനി പാകിസ്ഥാനാണെന്ന് പറഞ്ഞ് ഈ നാട് വിട്ടു പോകണവര്, അങ്ങനെയാണ് അവർ പറയേണ്ടത്. ഈ നാട്ടിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നു, ആ മന്ത്രി നിതീഷ് റാണ എന്ന് പറയുന്ന അവിടുത്തെ തുറമുഖ മന്ത്രി പറഞ്ഞ വാദം ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? മൈക്ക് കിട്ടിയെന്ന് കരുതി എന്ത് വിഡ്ഢിത്തമെന്ന് പറയാറാണോ? ഈ നാടിനെ കുറിച്ച് അങ്ങനെ പറയാൻ, പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നാടാണ് കേരളം എന്ന് പറയാൻ എന്ത് ഡോക്യുമെന്റ് ആണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്? ഇദ്ദേഹത്തിന്റെ പാർട്ടിയാണല്ലോ നാട് ഭരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ കയ്യിലാണല്ലോ, പ്രതിരോധ വകുപ്പ് നിങ്ങളുടെ കയ്യിലാണല്ലോ, ഈ രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. കേരളത്തിൽ നിന്ന് ഈ പറയുന്ന പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിക്കുന്നു എന്ന് പറയുന്ന എന്ത് ഇൻസിഡന്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഏത് കേസാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്? വെറുതെ വന്ന് പറയാ ആഷ്മി, വായ തോന്നിയത് വിളിച്ചു പറയാം. ഈ നാരായണ റാണെ, ഒറ്റ മിനിറ്റ്, നാരായണ റാണയുടെ ഒരു പ്രതി രണ്ടാമത് പോയിട്ട് ഒന്ന് പ്ലേയോ. സോറി അച്ഛൻ നാരായണ റാണെ, നീ രണ്ടാമത് പോയിട്ട് പ്ലേയോ. എന്താണ് നമ്മൾ റാണെ പറയുന്ന എന്താണ് പാകിസ്ഥാനും ഇന്ത്യ കേരളത്തെ കമ്പയർ ചെയ്യുന്ന പോയിട്ടുണ്ട്, ഒന്ന് പ്ലേയോ. The Hindus treated in Pakistan. They are either asked to convert or they are killed. Look at the numbers that are decreasing of Hindus in Pakistan, which are minorities in Pakistan, but how they are treated. If the same treatment is given to the Hindus in our very own Kerala, in our very own country, so obviously there is going to be a comparison there. We need this thing to be stopped. We need Hindus to be protected in Kerala. We need Hindus to be, given power in Kerala. And that is what I was comparing them with the situation in Pakistan. And that is അയാൾ പറയുന്നത് പാകിസ്ഥാനിലെ അതേ അവസ്ഥയാണ് ഇവിടെ എന്നാണ് പറയുന്നത്. ഇവിടെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു, ഇവിടെ ഹിന്ദുക്കൾ കൂട്ടത്തോടെ മതവിരുദ്ധം ചെയ്തു. എന്തെങ്കിലും കണക്കിന്റെ അടിസ്ഥാനത്തിലാണോ? വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുമ്പോൾ വായി തോന്നുന്നത് റാണയ്ക്ക് പാട്ട് എന്ന പാട്ടിൽ അയാൾ പറയുകയാണ്. അയാൾ പറയുന്നതിന് അയാൾക്ക് ഇത്രയും നാളും അയാൾ പറഞ്ഞത് ഒന്നിനും അയാൾക്ക് യാതൊരു ആധികാരിക ഡേറ്റയില്ല. അതിങ്ങനെ കള്ളം പുലമ്പുന്ന പോലെ പുലമ്പിക്കൊണ്ടേ ഇരിക്കുക. ഇവിടെ ജയസൂര്യനെ പോലെയുള്ളവർ അത് ഏറ്റുപിടിക്കും. അത് റാണയ്ക്ക് ഉറപ്പുണ്ടെന്നേ, അത് സംഘപരിവാർ ബുദ്ധികേന്ദ്രങ്ങൾക്ക് ഉറപ്പുണ്ട്. ആശ്വി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഈ BJPയുടെ നേതാവ് പറഞ്ഞതിന് ഇപ്പോൾ ജയസൂര്യ പറഞ്ഞതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മലയാളക്കരയിലെ BJPയുടെ മെമ്പർമാർ പോലും അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചൊരു നിലപാടാണ് ജയസൂര്യ ഉൾപ്പെടെ പറയുന്നത്. അത് മാറ്റി നിർത്തപ്പെടാം. ഇദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, എനിക്കതാണ് ഏറെ കൗതുകമായി തോന്നിയത്. അതിന് കാരണം എന്താണ്? കേരളം കുട്ടി പാകിസ്ഥാനാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം എന്താണ്? എന്താ ആശ്മി അതിന് കാരണമായി പറയുന്നത്? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചു വന്ന വയനാട്ടിൽ തീവ്രവാദികളുടെ വോട്ടുമായി വന്നിട്ടാണ് അവർ ജയിച്ചു വന്നത്. അതിന് തെളിവായി അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യമാണ്.
കേരളം ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് എന്താ ഈ പറയുന്ന പരാമർശം കേരളത്തിൽ ആദ്യം നടത്തിയത് ആരാണ്? അവർ ഈ ചർച്ചയിൽ ഇരിക്കുന്നുണ്ട്. അവർക്ക് മറുപടി പറയണം ഈ വിഷയത്തിൽ. അവരാണ് ഇവർക്ക് ആയുധം കൊടുത്തത്, വടി കൊടുത്തത് CPM ആണ്. അത് മാത്രമാണ് നമുക്കറിയാം. നവാസ് അതിനെ പി കെ നവാസ് അതിനെ ആ വഴിക്ക് ഡൈവേർട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. വിജയരാഘവൻ പറഞ്ഞു ശരിയാണ്. അല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വിജയരാഘവൻ പറയുന്നതിനെയും ഈ റാണയെ പോലെ അടിമുടി എന്താണ് നഖം മുതൽ മുടി വരെ കൊടിയ വർഗീയവാദിയായ മുസ്ലിം വിരോധിയായ ഒരാൾ പറയുന്നതിന് ഒരുമിച്ച് ഒരുപോലെ കാണാവോ ശ്രീ പി കെ നവാസ്? റാണയുടെ എത്ര പ്രസ്താവന ഞാൻ കേൾപ്പിക്കാവുന്ന അദ്ദേഹത്തെ നയിക്കുന്ന വികാരം ഈ പറഞ്ഞ അപരമത വിദ്വേഷം മാത്രമാണ് നയിക്കുന്ന വികാരം. അദ്ദേഹത്തെയും അയാളെയും വിജയരാഘവനെ ഇപ്പൊ വിജയരാഘവൻ പറഞ്ഞു തെറ്റാണത്. അത് പക്ഷേ CPM-ന്റെ ഒരു അടവ് നയ രാഷ്ട്രീയം എന്നൊക്കെ ഇപ്പൊ CPM-നെയും ഇയാളുടെ പാർട്ടിയെ തമ്മിൽ കമ്പയർ ചെയ്യാവോ നവാസ്? ഒരിക്കലുമല്ല, ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ആഷ്മിയുടെ സന്മനസ്സിന് ഞാൻ നന്ദി പറയാണ്. ഈ റാണ എന്ന് പറയുന്ന നിതീഷ് റാണ എന്ന് പറയുന്ന മനുഷ്യനെയോ BJP-യെയോ മുഖവിലേക്ക് എടുത്ത് പോകേണ്ട കാര്യം എത്ര കാലമായി അവരിത് പറയുന്നേ. കേരളത്തെക്കുറിച്ച് ഇത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഓർമ്മയില്ലേ? ജമ്മു കാശ്മീരിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ജമ്മു കാശ്മീരും കേരളവും അപകടകരമായ രൂപത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിലില്ലേ? എന്തിനേറെ തൊട്ടപ്പുറത്തെ കർണാടക തിരഞ്ഞെടുപ്പിൽ വന്നിട്ട് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞ് നമ്മുടെ മുമ്പിലില്ലേ? അതുകൊണ്ട് റാണ പറഞ്ഞു വന്നത് അതിലേറ്റവും ചെറിയ നേതാവാണ്. ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ സംഭവമായിട്ടോ ഗൗരവമായിട്ടോ നമ്മളാരും എടുക്കുന്നില്ല. പക്ഷേ ജയസൂര്യെ പോലുള്ള മലയാളിയായ BJP നേതാക്കന്മാർ ഇത് ആവർത്തിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്, മ്ലേച്ഛമാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കൂടി വ്യക്തമാക്കട്ടെ. അല്ല BJP സംസ്ഥാന അധ്യക്ഷൻ കൂടി വ്യക്തമാക്കണം. BJP-യുടെ ഉറപ്പായും ജയസൂര്യൻ BJP-യുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത് BJP-യുടെ നിലപാട് തന്നെയാണ്. കേരളം എന്നത് മിനി പാകിസ്ഥാനാണ് എന്ന BJP സംസ്ഥാന നേതൃത്വത്തിന് കുറച്ച് നിലപാടുണ്ടെങ്കിൽ അത് തുറന്നു പറയട്ടെ, മിണ്ടാതിരിക്കാതെ.